ആദ്യം തന്നെ പോകുന്നത് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവിലേക്കാണ്. കേരളത്തിൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിനെതിരെ റിവിഷൻ ഹർജി നൽകാനാണ് സർക്കാർ തീരുമാനം. കേരളത്തിൽ സ്കൂളുകളുടെ അപര്യാപ്തത ഇല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോടതി നിരീക്ഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഉത്തരേന്ത്യയെ പോലെ അല്ല, കേരളത്തിലെ സ്കൂളുകൾ ഉന്നത നിലവാരം പുലർത്തുന്നവയാണെന്നും ഹലോ മലയാളത്തിൽ മന്ത്രി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. അമ്പരചുംബികളായിട്ടുള്ള ഏറ്റവും നല്ല ഘട്ടങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്മാർട്ട് ക്ലാസ് റൂംസും ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യം ഒരു പ്രത്യേക വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വിധി വന്നതിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്ന ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്ത് സുപ്രീം കോടതിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ്. ഹാൻസോൺ വിവരങ്ങളുമായിട്ട് ചേർന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഈ സ്കൂളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് സ്കൂളുകൾ സ്ഥാപിക്കണമെന്നായിരുന്നു ഇന്നലെ സുപ്രീം കോടതി സർക്കാർ നൽകിയ നിർദ്ദേശം. അതിപ്പോൾ LP ആണെങ്കിൽ LP, UP ആണെങ്കിൽ UP, അങ്ങനത്തെ രീതിയിൽ എവിടെയൊക്കെ ഇല്ല അവിടെയൊക്കെ സ്ഥാപിക്കണമെന്നായിരുന്നു. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ്? മന്ത്രി പറഞ്ഞതനുസരിച്ച് ഇപ്പം കോടതി ഉത്തരവിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ റിവ്യൂ പോകാനാണ് തീരുമാനം, അല്ലേ? തീർച്ചയായും സേതു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രതികരണം അങ്ങനെ തന്നെയാണ്. കാരണം സുപ്രീം കോടതി വിധി വന്നത് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പരിഗണിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളൊരു സംശയമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം കേരളത്തിൽ 14,000-ലധികം സ്കൂളുകളുണ്ട്. മിക്ക സ്കൂളുകൾക്കും അടിസ്ഥാന സൗകര്യത്തെക്കാൾ ഉപരിയുള്ള സൗകര്യങ്ങളുള്ള സ്കൂളുകളാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആവശ്യം, അല്ലെങ്കിൽ സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള ഒരു ആവശ്യം ഇപ്പോൾ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നാണ് മന്ത്രി പറയുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി ഈ നിശ്ചിത എണ്ണത്തെക്കാൾ ഉപരി കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനം നിലവാരം താരുന്ന ഒരു സാഹചര്യം തന്നെയില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സുപ്രീം കോടതി വിധിയിൽ പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിവിഷൻ ഹർജി നൽകുന്നത് പരിഗണനയിലുണ്ട് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ, കേരളത്തിലെ സ്കൂളുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി റിവിഷൻ ഹർജിയിലൂടെ ബോധിപ്പിക്കും എന്നുകൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ വിധി പരിഗണിക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കും. പക്ഷേ അതേസമയം പരിഗണിക്കേണ്ടതില്ല എങ്കിൽ അത് റിവിഷൻ ഹർജി മുഖേന സുപ്രീം കോടതിയെ അറിയിക്കും എന്നുകൂടിയാണ് മന്ത്രി ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ മന്ത്രി പറഞ്ഞത് കുടിൽ പോലെയുള്ള സ്കൂളുകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ടുമുള്ളത്. അത് ഉത്തർപ്രദേശിനടക്കം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രിയുടെ ആ വാക്കുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലം എന്തായാലും കേരളത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിധി നിലവിൽ ഇവിടെ നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ അതേസമയം കോടതി വിധി പരിഗണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് അംഗീകരിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള മറുപടി നൽകേണ്ടതുണ്ടെങ്കിൽ അത് റിവിഷൻ ഹർജിയിലൂടെ നൽകും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സേതു.